ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോയേ പറ്റൂ, അല്ലെങ്കിൽ വേറെ ആരും എന്നെ വിശ്വസിക്കത്തുമില്ല. രാത്രിയായി. അമ്മ എന്തായാലും വഴക്ക് പറയും. അമ്മേ, തിളക്കവും പോയി. നീ ഇതാരോടും പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ട്രൂത്ത് മതി. ചേട്ടൻ ഇങ്ങനെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള രീതി സംഭവിച്ചിട്ടുണ്ട്? ഒരെണ്ണമുണ്ട്. ശരിക്കും? അതെ. ചുമ്മാ നിങ്ങളതിന് പോയില്ല ഇതുവരെ? ഇത്ര സമയം തന്നില്ലേ? മതി, വീട്ടുകാർ അന്വേഷിക്കും. പോയല്ലോ. ഞങ്ങൾ രണ്ടുപേരും ബുക്ക് എടുത്തിട്ടുണ്ടല്ലോ. എടുത്തിട്ടുണ്ട്. ആ കല്ല് എങ്ങനെയെങ്കിലും താങ്ങും.
മൃദു, എന്താ മോനെ നീ എന്തെന്നായി നോക്കിക്കൊണ്ടിരിക്കണം? ഏയ് ഒന്നുമില്ല ഒന്നുമില്ല. എന്നാലും അമ്മമ്മയോട് പറയുന്നുണ്ട്. വേണ്ട ഉമ്മ പറഞ്ഞാലും വിശ്വസിക്കും. അതൊക്കെ ഞാൻ വിശ്വസിച്ചോളാം. പിന്നെ അമ്മമ്മ ആരോടും പറയുകയില്ല, വിശ്വസിക്കുകയും ചെയ്തോളാം. ഈ കാര്യം ഞാൻ പണ്ട് അമ്മയോട് പറഞ്ഞിട്ടും അമ്മ പോലും എന്നെ വിശ്വസിച്ചില്ല. എന്നാലും നീ പറയേ എന്താണ്. അതപ്പം സംഭവം എന്ന് വെച്ചാൽ പണ്ട് എനിക്ക് 10 വയസ്സുള്ള സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അന്ന് ഞാൻ ഈ കാര്യം അമ്മയോട് പറഞ്ഞിട്ട് പോലും അമ്മ എന്നെ വിശ്വസിച്ചില്ല. സംഭവം എന്താ വെച്ചാൽ അന്ന് ഒരു വൈകിട്ട് സമയം, ആ സമയം ഞാനിങ്ങനെ ആ വഴി കൂടെ വരുമ്പോൾ ഒരു പച്ച കളറ് ലൈറ്റിനാണ്. ആ കല്ലാണ് ഇത്. അന്ന് നല്ല തിളക്കം ഉണ്ടായിരുന്നു ഈ കല്ല്. ഞാൻ ഈ കല്ല് ഇവിടെ എല്ലാവരെയും കാണിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതിൻ്റെ തിളക്കം പോയി. പിന്നീട് ഈ കാര്യം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇത് ഞാൻ സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ മോനെ. നീ ഇത് പറഞ്ഞപ്പോൾ അമ്മമ്മയ്ക്ക് ഓർമ്മ വന്നത് അമ്മമ്മയുടെ അപ്പൂപ്പൻ പറഞ്ഞു തന്ന ഒരു കഥയാണ്. പണ്ട് എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് ആ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അപ്പൂപ്പൻ പറഞ്ഞു. എന്ത് സംഭവം? അക്കാലത്ത് ആ നാട്ടിൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് കിട്ടുന്നു. പക്ഷെ അയാൾ പാടത്ത് നിന്ന് രാത്രി തിരിച്ചു വരുന്ന സമയം നിനക്കുണ്ടായതുപോലെ ഒരു അനുഭവം അയാൾക്കുണ്ട്. ഇതിനു ശേഷം അയാൾക്ക് ചില ദിവ്യശക്തികൾ കിട്ടിയെന്നും അതുകൊണ്ട് അയാളുടെ ആത്മവിശ്വാസവും കർമ്മശക്തിയുമെല്ലാം വർദ്ധിച്ചുവെന്നും അങ്ങനെ അയാൾ നാട്ടിലെ തന്നെ പ്രമുഖനായി മാറിയെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അയാളുടെ മരണത്തിന് ശേഷം ആ കല്ല് എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഇപ്പൊ എന്തോ സംഭവിച്ചല്ലോ. ആ ഇത് തന്നെ ആവട്ടെ, ബാക്കി നാളെ. എനിക്കാണെങ്കിൽ ഉറക്കം വേണം. ഇന്ന് ട്യൂഷൻ കഴിഞ്ഞ് കളിക്കാൻ പോയിട്ടേ വരുമെന്ന് അമ്മയോട് പറഞ്ഞ നന്നായി. ആരെയും കാണില്ല. ആരോ വന്നോണ്ട് ഞങ്ങളുടെ ഫംഗ്ഷൻ പോയി ആണല്ലേ. ആ പിന്നെ വാ ഗോളിക്കാൻ. ഞാനെന്നാ ഇപ്പൊ വരാവേ. എനിക്ക് വേണം കളിക്കാം. ഓക്കെ പഠിച്ചു.
ഋതുചേട്ടനായിട്ട് കളിക്കണുണ്ടല്ലോ. ശരിയാണല്ലോ, എന്ത് പറ്റി? എടുക്കടാ. എന്താ ഹരിച്ചിട്ടല്ലേ ഓടിപ്പോയത്? നീ എന്താ താമസിച്ച് ചെറുക്കൻ അങ്ങോട്ട് വന്നവൻ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര താമസിക്കാം. അടിപൊളി സൂപ്പർ. ചെറുക്കൻ വന്നിട്ടുണ്ടെന്ന് അതൊക്കെ അവൻ അറിയാത്ത രീതിയിൽ പോയിട്ട് വേണം അവനെ പേടിപ്പിക്കും. ശരിക്കും ഒരു പേടിത്തൊണ്ടനാണ്, അതറിയാം. അപ്പം നമ്മുടെ പ്ലാൻ അനുസരിച്ച് വരയ്ക്കണം. ഓക്കെ, ഞാൻ ചാടി അങ്ങോട്ട് ചാടി പേടിപ്പിച്ചു, കുഴപ്പമൊന്നുമില്ല. ചെറുക്കൻ പേടിക്കണം, നമുക്ക് പ്രാങ്ക് എടുക്കണ്ടേ. എൻ്റെ ഈ ഫോണൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാം. വീഡിയോ എടുക്കാം. ഞാൻ വരുമ്പോഴത്തേക്കും ഓൺ ചെയ്യുന്ന വെച്ചിട്ട് നമുക്ക് ചെയ്യാം. കറക്റ്റായിട്ട് പതുക്കെ പറഞ്ഞില്ല. ഇനി എന്താണ് വരാത്തത് എനിക്കറിയാം. ഇത് ഇഷ്ടം തന്നെ. അടുത്ത് എന്തായാലും നോക്കിയിട്ടു ചേട്ടനല്ലേ അത് ശല്യപ്പെടുത്തണ്ട. അവിടെ എന്തോ നടക്കണേ? ഇവനെന്താടാ പേടിക്കാത്ത? എന്ത് പറ്റി? ഇവന് ശരിക്കും പേടിക്കണ്ടാണല്ലോ. എന്തുവാടാ ഇത്? നിനക്കെന്താ ഭ്രാന്താ? അമ്മൂമ്മയുടെ സാരിയാ? എന്തോ എടാ വാ, നമുക്ക് വീട്ടിൽ പോവാം. ഇവന് പേടിയൊന്നുമില്ലേ? കണ്ണടയും കൊണ്ടു ചെല്ലി. അയ്യേ, ഇത് പ്രാങ്ക് ആയിരുന്ന. ഋതുചേട്ടനെ പ്രാങ്ക് ചെയ്യാൻ നോക്കിയതാ, പാളിപ്പ്. ഈ കല്ലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ പേടിക്കുന്നത്. ശരിക്കും ഈ കല്ലിന് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട്. ഒന്നുമില്ലടാ. പ്രാങ്ക് ആയിട്ട് പേടിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നന്നായി. ഞാനെന്നാ വീട്ടിൽ പോകണം. എന്നോടാ ഞാനും ആ വീടിയാണ്. അപ്പൊ എണീച്ചോ. ശരി ഋതുചേട്ടൻ, നാടാ അങ്ങോട്ടാ. ശരിയാണ്. ഓക്കെ. കല്ലെന്നാലും എന്നെ കണ്ടപ്പോ എന്തിനാ ഋതുചേട്ടൻ മാറ്റി വെച്ച്? ഈ കല്ല് കാരണം എനിക്ക് എന്തൊക്കെയോ ശക്തി കിട്ടിയിട്ടുണ്ട്. ഇനിയാണോ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കാം.
Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn, ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got dreams, we all want things, but what you gonna do for it, how you gonna move for it, what you gonna be, and do you believe you can do anything? But what you gonna do for it? How you gonna move for it? What you gonna be? നമുക്ക് ബാ തുടങ്ങി. Let's go. Hey. Yeah, this is my life, my strife, my right to fight, to die on. And this is my game to play, to claim a brand new name, And I ain't gonna lie to you, I'm a bit nervous that I might screw everything up that I've ever done. But what's the point of living if you ain't having fun? I guess I'll try this, try that, might miss, gotta find what I'm good at. I guess I'll look here, look. Checkmate. ശരിയാ, ഞാൻ തോറ്റു. And we all got dreams, we all want things, but what you gonna do for it, how you gonna move for it, what you gonna be? ചേട്ടനല്ലേ ആയിരിക്കണേ? എന്തോ നോക്കുന്നുണ്ടല്ലോ. ഇത് മറ്റേ സാധനമാണ് ഞാൻ നേരത്തെ കണ്ട്. ഞാൻ എന്താണ് ഈ പുള്ളിക്ക് കിട്ടണത്? എന്തോ കണക്ഷനുണ്ട്, കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. സൈക്കിളിൽ ചെയിൻ തെറ്റിച്ച് ആ പുള്ളി എന്തെങ്കിലും ചെയ്താന്ന് നോക്കാം. എങ്ങനെ ചെയിൻ തെറ്റി? ഇനി വേണം ഋതുചേട്ടനെ കുറിച്ച് അറിയാൻ. എടാ ഞാനൊന്ന് നോക്കട്ടെ. എടാ ഒരു സെക്കൻഡ്. ശരിയാക്കി. പോരെ, താങ്ക് യു കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ പോണേ. ആണോ? ശരിയാണ്. ഓക്കെ. We all want things, but what you gonna do for it, how you gonna move for it, what you gonna be? ദേവ, എന്താ നീ എന്താ ഇവിടെ? അതാ അത് പിന്നെ ഇവിടെ ഋതുചേട്ടനും പിന്നെ ആരെയും കാണുന്നില്ലല്ലോ. നീയല്ലേ ഞങ്ങളെ മാച്ചിന് വിളിച്ചത്?
ആ നിങ്ങളുടെ ടീമാണല്ലേ? ആ ദേ ഇപ്പൊ ഒരാൾ വന്നു ഞങ്ങളുടെ ടീമില്. ആണല്ലേ? ആ പറഞ്ഞു മതി ചുമ്മാളി. നീ എന്നൊരു ഷോട്ട് അടിച്ചേ നോക്കട്ടെ. നീ ഒരു കാര്യം ചെയ്, 5 ഷോട്ട് എടു, അതിൽ നിന്ന് ഒരെണ്ണം അടിച്ചാ നീ എന്തുവാടാ കളിക്കാനൊന്നും അറിയില്ലേ? എനിക്കറിയാൻ കേട്ടെ നിന്നെ പേരല്ല. അതിപ്പോ കണ്ട് എനിക്കിപ്പോ കളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ചക്ക നിക്കണത്. അതുകൊണ്ട് വേണ്ട, നിനക്ക് കാര്യം പഞ്ചു പിടിച്ച് നോക്കിക്കടാ. 5 പിടിച്ച് ചോദിക്കാനാ? എന്നാ പാടം നോക്കാം. അപ്പൊ അവരുണ്ടെങ്കിലും കൂടി പഞ്ചു പിടിക്കാൻ പോവാ. എന്നാ പിന്നെ ഞാനും ആ പഞ്ച് കണ്ടിട്ട് പോവാം. എങ്കിൽ വാ. ഒരു മിനിറ്റ് ഞാനിപ്പോ അല്ലേ വേണ്ട, അവനെ തോപ്പിക്കാൻ ഈ കല്ലിന്റെ ശക്തി ഒന്നും വേണ്ട. ഇതല്ലേ ഞാൻ ഋതുചേട്ടന്റെ കയ്യിൽ കണ്ട കല്ല്? ആ കല്ല് എവിടെ? കണ്ടല്ല, നിങ്ങൾക്ക് ഇത്രേ ഉള്ളു. ഞാൻ പോണ്. ഇല്ലെങ്കിൽ കളി ഇതെങ്ങനെ ഇവിടെ വന്നു? താഴത്ത് വെച്ചല്ലേ? എടാ ഞാനെന്നാ പോണം. അപ്പൊ ശരി ദേവാ, ഞാൻ മേടിക്കാം. എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താ വിഷമിച്ചിരിക്കുന്നത്? എന്താ കാര്യമുണ്ട്? അമ്മൂമ്മ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. എനിക്ക് ആ കല്ല് കിട്ടിയതിനു ശേഷം ഇനി ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്തു. പക്ഷെ ഇന്ന് ഞാൻ ഒരു കാര്യത്തിന് മാത്രം തോറ്റുപോയി. അമ്മൂമ്മ പറഞ്ഞ എല്ലാം കള്ളക്കഥയായിരുന്നു. എനിക്ക് ആത്മവിശ്വാസം വരാൻ വേണ്ടി അമ്മൂമ്മ പറഞ്ഞതാണ് കേട്ടോ. അല്ല, അത് ഇന്നേ വരെ ആർക്കും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോ അമ്മൂമ്മ പറഞ്ഞു വരുന്നത് ഇതൊക്കെ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നാണ്? അതെ, ഇതെല്ലാം വെറുതെ കള്ളക്കഥയായിരുന്നു. അപ്പോ ഇതെല്ലാം കള്ളക്കഥയാണെങ്കിൽ ഞാനൊന്ന് കണ്ടത്? ഹലോ ഹലോ, ഇത് ഋതുചേട്ടനല്ലേ?
Let the thoughts build up until I can't hear. That my mind fills up into a creature, and it haunts me somewhere much deeper. Anxiety filling up every space, no privacy. And silently, it could build and build until you finally see. Whoa, it's taking over, damn no closure, moving closer. No exposure, I just wanna be a loner. Some can't stay sober, looking over all their shoulders, like moving boulders just to get out of the home. It sucks, I've had enough, I don't wanna feel the stuck under the rug, all my problems that I shove. I got nightmares in my head, I fear that the thoughts build up until I can't hear. That my mind fills up into a creature, and it haunts me somewhere much deeper. I got nightmares in my head, I fear that the thoughts build up until I can't hear. That my mind fills up into a creature, and it haunts me somewhere much deeper. I've been feeling weird, I can't seem to focus good enough. Nothing's really clear, sometimes it could be a little tough. I just need to feel like the end's in sight for me, but